മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 37. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. വാക്കുകൾ ശക്തിയേറിയതാണ്. മറ്റൊരാളെ നശിപ്പിക്കുവാനും ഉയർത്തുവാനും നമ്മുടെ സംസാരത്തിന് കഴിവുണ്ട്. ലോകത്തിന് ഏറ്റവും പ്രചോദനം വരുത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നാശം വരുത്തിയതും മനുഷ്യന്റെ നാവാണ്. ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കുകൾ സംഭവഗതിയെ തിരിച്ചുവിടും. പാപിയെന്ന് മുദ്രകുത്തി കല്ലെറിയാൻ യഹൂദന്മാർ ബലമായി പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ നടുവിൽ നിർത്തിയപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ഈശോയുടെ വാക്യം ശ്രദ്ധിച്ചവർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അവരുടെ മാനസാന്തരത്തിന് അത് കാരണമായി. വികാരാവേശത്തിൽ ആലോചനയില്ലാതെ പറയുന്ന വാക്കുകൾ സ്വന്തം നാശത്തിന് കാരണമാകും. ഇരുമനസ്സുള്ള സൗൾ ദാവീദിനെ കൊല്ലുമെന്ന് ആക്രോശിക്കുകയും അടുത്ത നിമിഷം എന്റെ മകനെ ദാവീദേ എന്ന് വിളിച്ച് അനുദപിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം സൗൾ ആത്മഹത്യ ചെയ്തു. ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ ലക്ഷ്യമില്ലാതെ എറിയുന്ന കല്ലിന് സദൃശ്യമാണ്. സംസാരത്തെ ശ്രദ്ധയോടെ ക്രമീകരിച്ചാൽ നമ്മുടെ സ്വഭാവത്തിലും അതിനനുസൃതമായ മാറ്റം സംഭവിക്കും. നാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർക്കുമ്പോൾ അപമാനബോധവും ലജ്ജയും തോന്നുന്നുണ്ടോ? ആരെയെങ്കിലും മുറിപ്പെടുത്തുവാനത് കാരണമായിട്ടുണ്ടോ? മറ്റൊരാളുടെ ബലഹീനതകളെപ്പറ്റി പറഞ്ഞ് രസിക്കുവാൻ നമ്മൾ ഒരുമ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ ഭാവി നശിപ്പിക്കുവാൻ നമ്മുടെ വാക്ക് ശക്തമാണ്. നാം പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നാം കരുതലോടെ മാത്രമേ സംസാരിക്കാവൂ. സംസാരത്തിൽ ഗൗരവവും മിതത്വവും ഉണ്ടായിരിക്കണം. അതെ, മനുഷ്യന്റെ നാവ് മൂർച്ചയേറിയ ആയുധമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.